ഈ ചെറുകുടങ്ങൾ ഇപ്പോൾ സർവ്വസാധാരണമാണ് കൊല്ലം ജില്ലയിൽ. കുടിവെള്ളത്തിനായി പൈപ്പിൻ ചുവട്ടിൽ മണിക്കൂറുകളോളമുള്ള കാത്തിരിപ്പ്. പക്ഷേ നിരാശയാണ് ഫലം. കുടിവെള്ളത്തിനായി ശാസ്താംകോട്ട തടാകത്തെ ആശ്രയിച്ചു കഴിയുന്ന കൊല്ലം നിവാസികൾക്ക് വേനൽ സമ്മാനിച്ചത് കൊടും ദുരിതം. കത്തുന്ന വേനലിൽ തടാകം മുമ്പെങ്ങുമില്ലാത്ത വിധം വറ്റിവരണ്ടതോടെ ഇവിടെ നിന്നുള്ള പമ്പിംഗ് ഭാഗികമായി നിർത്തിവെച്ചു. ഇതോടെ നഗരവാസികളുടെ കുടിവെള്ളം മുട്ടി. നഗരപ്രദേശത്തെ പ്രധാന കോളനിയായ പുള്ളിക്കടയിൽ 2 ദിവസം കൂടുമ്പോൾ മാത്രമാണ് വെള്ളം ലഭിക്കുന്നത്. ഇത്രയും വീട്ടുകാർക്ക് വെള്ളം വേണ്ടേ? ആൾക്ക് ഒരു 10-15 കുടം വെള്ളമേ കിട്ടത്തുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീട്ടിൽ കിണറ്റിൽ വെള്ളത്തിന് പോകണം. കിണറ്റിലെ വെള്ളം കൊള്ളത്തില്ല, ഉപ്പ് വെള്ളമാണ്. പമ്പിംഗ് ഭാഗികമായി നിർത്തിയതിനാൽ ബദൽ സംവിധാനം ജില്ലാ ഭരണകൂടം ഒരുക്കണമെന്നാണ് ആവശ്യം. വെള്ളം കിട്ടാതായതോടെ ചിലർ വൻ തുക വാങ്ങി നഗരവാസികൾക്ക് വൃത്തിഹീനമായ വെള്ളവും നൽകുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് ഒരു അല്പം പൊങ്ങി കിടക്കുന്നു, വളരെ സെന്റിമീറ്റർ മാത്രം പൊങ്ങി കിടക്കുന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് വെള്ളം കിട്ടാത്തത്. കിണറിലെ ഒരു വെള്ളം എടുത്ത് ഫിൽട്ടർ ചെയ്താണ് ഞങ്ങൾ ബാത്റൂമിലേക്ക് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 500 രൂപ കൊടുത്ത് 1000 ലിറ്റർ വെള്ളം കിട്ടും. അതായത് 2-3 ദിവസം. ഇതാണ് ഇവിടെ. പഴയ കുടിവെള്ള പദ്ധതികളും അധികൃതരുടെ വീഴ്ചയും കാരണം ദാഹജലം കിട്ടാതെ വലയുകയാണ് ഒരു നാട് മുഴുവനും. റിപ്പോർട്ടർ, കൊല്ലം.